നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ കച്ചവട സ്ഥാപനത്തിന് തീപിടുത്തം. ഫയർഫോഴ്സ് തീയണച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ മണ്ണ് തിരിച്ചിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. ആമ്പല്ലൂർ ബാറിൽ വെച്ച് ഓട്ടോറിക്ഷ പുറകിലേക്ക് എടുക്കുന്നത് കണ്ട് ചിരിച്ചതിലുള്ള ദേഷ്യത്തിൽ യുവാക്കളെ ആക്രമിച്ച 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ കച്ചവട സ്ഥാപനത്തിന് തീപിടുത്തം. ഫയർഫോഴ്സ് തീയണച്ചു. ചന്തപ്പുര ജംഗ്ഷനിൽ പൂർണിമ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ചിക്കിംഗ് എന്ന സ്ഥാപനത്തിന്റെ അടുക്കളയിൽ ചിമ്മിനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. അടുത്തുള്ള സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PS നൌഷാദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KS അജിത്, GR ധനേഷ്, സനൽ റോയ്, നിഖിൽ രാജ്, വിഷ്ണുദാസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. മേത്തല പറമ്പിക്കുളങ്ങര എടച്ചാലിൽ പ്രദീപിന്റെ മകൾ നന്ദകൃഷ്ണയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നന്ദകൃഷ്ണ +2 വിദ്യാർത്ഥിനിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ മണ്ണ് തിരിച്ചിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. നവീകരണത്തിന്റെ പേരിൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലാതാക്കിയതിനും ശൗചാലയം ഇല്ലാതാക്കി ജനങ്ങളെ പൊറുതിമുട്ടിച്ചതിനും ബസ് സ്റ്റാൻഡിലെ മണൽ കടത്തിവിറ്റ നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കുമെതിരെയാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്തിന്റെയും മൗനാനുവാദത്തിലും ഒത്താശയിലുമാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതെന്നും കടത്തിക്കൊണ്ടുപോയ മണ്ണ് തിരിച്ചിടിയിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ പറഞ്ഞു. മണൽ തിരിച്ചിടാത്ത പക്ഷം പഞ്ചായത്ത് സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികളുമായി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമെന്നും മുഖ്യപ്രഭാഷണത്തിലൂടെ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AM സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, KV സുകുമാരൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശ്രീദേവി മാധവൻ, ബിന്ദു പ്രദീപ്, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, PK നന്ദനൻ, സുധി ആലക്കൽ, മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി ജയ സത്യൻ, രഹന ബിനീഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ലയേഷ് മാങ്ങാട്ട്, മോഹൻദാസ് പുലാക്കപ്പറമ്പിൽ, മുഹമ്മദ് അലി കണിയാർക്കോട്, MV ജയരാജൻ, പത്മിനി പ്രകാശൻ, സൈനബ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ കെട്ടിടം അതുപോലെ തന്നെ അനുബന്ധമായ ഇതുകളൊക്കെ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി കരാറെടുത്ത കരാറുകാരൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടും അംഗീകാരത്തോടും കൂടി വലിയ ട്രഞ്ച് കുഴിച്ച് ആ ട്രഞ്ചിലേക്ക് മണലും അതുപോലെ തന്നെ കോൺക്രീറ്റ് കട്ടകളുമൊക്കെ നിക്ഷേപിച്ച് ആ കുഴിച്ച ട്രഞ്ചിൽ നിന്ന് 100 കണക്കിന് ലോഡ് മണൽ കയറ്റിക്കൊണ്ടുപോയി വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിരിക്കുകയാണ്. ആമ്പല്ലൂർ ബാറിൽ വെച്ച് ഓട്ടോറിക്ഷ പുറകിലേക്ക് എടുക്കുന്നത് കണ്ട് ചിരിച്ചതിലുള്ള ദേഷ്യത്തിൽ യുവാക്കളെ ആക്രമിച്ച 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കല്ലൂർ കോട്ടായി സ്വദേശി ചിമ്മിനിക്കാടൻ വീട്ടിൽ ഡെന്നീസ്, കല്ലൂർ പാലക്കപ്പറമ്പ് സ്വദേശി കോറമ്പിൽ വീട്ടിൽ രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ആമ്പല്ലൂർ വട്നാത്ര സ്വദേശി കിഴക്കോട്ട് വീട്ടിൽ അബിറാം, കല്ലൂർ സ്വദേശി മണപ്പെട്ടി വീട്ടിൽ നിതിൻ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം.
പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതക ശ്രമം, മോഷണം, കവർച്ച, ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ് ഡെന്നീസ്. ഇയാൾക്കെതിരെ പുതുക്കാട്, വരന്തരപ്പള്ളി, ഒല്ലൂർ, പേരാമംഗലം, വിയ്യൂർ പോലീസ് സ്റ്റേഷനുകളിലായി കേസുകളുണ്ട്. പുതുക്കാട് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഗൻ, ASI N പ്രദീപ്, സീനിയർ CPOമാരായ ഷമീർ, ഫൈസൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. വാർത്താ നേരം തുടരുന്നു. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം നടന്നു. ഓണത്തിന് ചന്തം ചാർത്താൻ NES നാച്ചുറൽ ക്ലബിന്റെയും NSSന്റെയും ആഭിമുഖ്യത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം നാട്ടിക കൃഷി ഓഫീസർ ശുഭ NV നിർവഹിച്ചു. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായിരുന്നു. NES കായലോര ഫെസ്റ്റ് 2K25 വിളംബരവും ചടങ്ങിൽ നടന്നു. ഇന്ന് ഈ കൃഷിയാണ് ലഹരി എന്ന് ആശയം നമ്മുടെ പുതിയ തലമുറ അവരുടെ സ്വഭാവത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടത്തക്ക വിധത്തിൽ കൃഷിയിലും അതുപോലുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് കൃഷിയാണ് ലഹരി എന്നുള്ള ആശയം വെച്ച് ഒരു പരിപാടി നമ്മൾ ഈ തുടങ്ങിയിരിക്കുന്നത്. കായലോര ഫെസ്റ്റിൻ്റെ ആരംഭം കുറിക്കുന്ന പരിപാടി കൂടിയാണ് ഇന്ന് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഈ നാടിന് തന്നെയും വലിയൊരു ഉത്സവ ചായ ഉണ്ടാക്കുന്ന പരിപാടി കൂടിയാണ് ഈ 2K25 കായലോര ഫെസ്റ്റ്. ഇവിടെ 5 ഏക്കറോളം തന്നെ കൃഷിയിടം ഉണ്ടെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കൃഷിയിടം മൊത്തം നമ്മൾക്ക് കൃഷിയോഗ്യമാക്കുകയും ഇത് ആദായം ഉണ്ടാക്കുകയും നമ്മുടെ സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കുകയും ഇവിടുത്തെ ഒരു ആശയം എന്ന് പറയുന്നത് 2K25 കായലോര ഫെസ്റ്റ് ഡിസംബറിൽ നടക്കുന്നതോടൊപ്പം ആ സമയത്തിനുള്ളിൽ ഇതിവിടെ ഒരു പച്ചക്കറിയും പൂക്കളും കൃഷിയും മറ്റുള്ള ചേന പോലുള്ള കൂർക്ക തുടങ്ങിയ എല്ലാ കൃഷികളും ഇവിടെ വിളവെടുക്കാനായിട്ട് സാധിക്കുമാറാകട്ടെ. നാട്ടിക 9ാം വാർഡ് മെമ്പർ P വിനും മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ NC അനീജ സ്വാഗതം പറഞ്ഞു. NES നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർമാരായ ലിജിന ജെയിൻ, TS സംഗീത, NSS കോർഡിനേറ്റർമാരായ V ശശിധരൻ, രൂപ MV, അപർണ VA എന്നിവരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. 58ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ കായിക്കുരു രാകേഷിനെ അന്തിക്കാട് പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചു. 58ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ കായ്ക്കൂർ രാകേഷിനെ അന്തിക്കാട് പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പെരിങ്ങോട്ടര സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലും ഉൾപ്പെട്ട കായ്ക്കൂർ രാകേഷ് എന്നറിയപ്പെടുന്ന 40 വയസ്സുള്ള രാകേഷ് എന്ന ആളെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. രാകേഷിനെ 2023 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീണ്ടും വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി ജയിലിലാക്കിയത്. രാകേഷ് അന്തിക്കാട്, ചേർപ്പ്, കയ്പമംഗലം, തൃശൂർ വെസ്റ്റ്, പാവറട്ടി, എറണാകുളം നോർത്ത്, വിയ്യൂർ, കാട്ടൂർ, ചാവക്കാട്, നെടുപുഴ, ഗുരുവായൂർ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച, മോഷണം, തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തുക, അടിപിടി എന്നിങ്ങനെ 58 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ സുബിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃജേഷ്, രജീഷ്, സിയാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും കാപ്പ ചുമത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നാട്ടിക നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി.
ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ 10, 11, 16 തീയതികളിൽ നടത്തപ്പെടുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം LR ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി MC നിർവഹിച്ചു. തൃശൂർ LR തഹസിൽദാർ നിഷ അർദാസ്, തൃശൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഷാജു PD എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കോഴിക്കോട് കിഞ്ഞാഡ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഭാഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ് MP എന്നിവർ ക്ലാസ് നയിച്ചു. ജനാധിപത്യം, ഭരണഘടന, വോട്ടർ പട്ടിക ശുദ്ധീകരണം, BLO ആപ്പ് മുഖേനയുള്ള സേവനങ്ങൾ, വർഷത്തിൽ 4 തവണ ആയുള്ള പേര് ചേർക്കൽ, 17 വയസ്സ് മുതൽ ഫോട്ടോ പുതുക്കൽ, തെറ്റുതിരുത്തൽ, മരണപ്പെട്ടവരെ ഒഴിവാക്കൽ, സ്ഥലം മാറിപ്പോയവരെ ഒഴിവാക്കൽ, വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പുവരുത്തൽ, ആധാർ ലിങ്ക്, പ്രവാസി വോട്ട് എന്നീ സേവനങ്ങൾ ആപ്പ് മുഖേന ചെയ്യാനുള്ള പരിശീലനമാണ് നൽകുന്നത്. 2026 നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ട്രെയിനിങ്ങാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്കായിട്ട് അറിയാം. ഇലക്ഷൻ ആകുമ്പോൾ ഒരുപാട് സമയത്ത് കുറേ മാറ്റങ്ങളൊക്കെ വരും. അതെല്ലാം ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റാഫാണ്. നിങ്ങളാണ് ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, വോട്ടർ പട്ടികയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങളാണ്. ഞങ്ങൾ അതിനൊരു സൂപ്പർവിഷൻ മാത്രമാണ് ഞങ്ങളെല്ലാവരും ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ വർക്ക് നന്നായാൽ നമ്മുടെ മണ്ഡലത്തിൽ നന്നായിട്ട് കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകും. ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ചാഴൂർ, അന്തിക്കാട്, താന്യം, പാർളം, ചേർപ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഈ മേഖലകളിലെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി കനാലുകളിൽ നിൽക്കുന്ന ജലസസ്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിന് കളക്ടർക്കും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി MLA. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.